Praise the Lord. Hallelujah. Hallelujah. യേശുവിൻ്റെ താഴ്ചയിലൊടുങ്ങുന്നു. യേശുവിൻ്റെ താഴ്ചയിലൊടുങ്ങുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളെ വാഴ്ത്തും, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളെ വാഴ്ത്തുകയാണ്. അവിടുത്തെ പ്രവൃത്തികൾക്കായി സ്തോത്രം, അവിടുത്തെ ശക്തിയായി കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ദാനങ്ങൾക്കായി സ്തോത്രം, അത്ഭുത പ്രവൃത്തികൾക്കായി സ്തോത്രം, അത്ഭുത പ്രവൃത്തികൾക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങളെ വാഴ്ത്തുന്നു, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങളെ വാഴ്ത്തുന്നു. സർവശക്തനെ ഞങ്ങളുടെ നാമത്തിന് ഉയർത്തുന്നു, ഞങ്ങളുടെ നാമത്തിന് ഉയർത്തുന്നു, ഞങ്ങളുടെ നാമത്തിന് ഉയർത്തുന്നു, അവിടുത്തെ നാമത്തിന് ഉയർത്തുന്നു. സർവോന്നതനെ, സർവോന്നതനെ, സർവോന്നതനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനെ, സർവശക്തനെ, സർവശക്തനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങളെ വാഴ്ത്തുകയാണ്, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങളെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ താഴ്ചയിടുകയാണ്, യേശുവിൻ്റെ താഴ്ചയിടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവോന്നതനെ, സർവോന്നതനായ ദൈവമേ ഞങ്ങളെ വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു. സർവശക്തനെ ഞങ്ങളുടെ നാമത്തെ ഉയർത്തുന്നു, ഞങ്ങളുടെ നാമത്തെ ഉയർത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉന്നതനെ, ഉന്നതനെ ഞങ്ങളെ വാഴ്ത്തുകയാണ്, ഞങ്ങളെ വാഴ്ത്തുകയാണ്, ഞങ്ങളെ വാഴ്ത്തുകയാണ്, ഞങ്ങളെ വാഴ്ത്തുകയാണ്, ഞങ്ങളെ വാഴ്ത്തുകയാണ്, ഞങ്ങളെ വാഴ്ത്തുകയാണ്, ഞങ്ങളെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഈ പകൽ ചില നിമിഷങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാം. ദൈവം ഒരുക്കുന്ന അവസരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് പകൽ നമുക്ക് ദൈവത്തിന് മഹത്വം കരയേറ്റാം. അവിടുത്തെ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. ആമേൻ. നാം ആയിരിക്കുന്ന ഭവനങ്ങളിൽ, നാം ആയിരിക്കുന്ന പട്ടണങ്ങളിൽ നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവ് തിരുനാമം ഇന്ന് പകൽ നമ്മളോട് മഹത്വപ്പെടുവാൻ കാരണമായി തീരുവാൻ എല്ലാവർക്കും അതരങ്ങൾ തുറന്ന ഭവനങ്ങളിലായിരിക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവിടെ നമ്മെ നന്നായി അറിയുന്ന കർത്താവാണ്. ഇന്ന് പകൽ അവിടുത്തെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ആ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കാൻ എല്ലാ ഹൃദയങ്ങളും അല്പചില നിമിഷങ്ങൾ ദൈവത്തിന് മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളെ വാഴ്ത്തും, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളെ വാഴ്ത്തുകയാ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ പുണ്യപാദാന്തി ഞങ്ങൾ കടന്നു വരുന്നു. ഇന്നേ ദിവസം തിരുമുഖത്തേക്ക് നോക്കുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവകൃപ അനുഭവിപ്പാൻ, ദൈവശക്തി അനുഭവിപ്പാൻ, ദൈവകൃപയുടെ മഹത്വം തിരിച്ചറിയുവാൻ ആമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുടെ മഹത്വത്താൽ ഇന്ന് പകൽ ഞങ്ങളെ നിറയ്ക്കണമേ. തിരുനാമം ഞങ്ങളുടെ മഹത്വപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സന്നിധി ബോധത്തോട് ദിവസം ഇരുത്തുമാറാകണമേ. അവിടുത്തെ അത്യന്ത ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലൈവ് വാച്ച് ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ആളാമൃതി വ്യക്തി ജീവിതങ്ങളായി ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ ആലോചനയാൽ ഇന്ന് പകൽ ഞങ്ങളെ നിറയ്ക്കണമേ. വചനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. എല്ലാവിധ അനുഗ്രഹങ്ങളാൽ ഇന്ന് പകൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്യന്ത ശക്തി ഇന്ന് പകൽ ഞങ്ങളുടെ മൺകൂടാരത്തിൽ വ്യാപരിപ്പാൻ ദൈവം പ്രാർത്ഥിക്കുന്നു. ഈ സാഹചര്യങ്ങളുടെ നടുവിലും ഇങ്ങനെയുള്ള മാധ്യമത്തിലൂടെ അല്പസമയം ദൈവവചനം ചിന്തിപ്പാൻ ഞങ്ങളെ തന്നെ പരിശുദ്ധാത്മാവിൽ കണ്ടുണരുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദിവ്യകാരുണ്യ സാന്നിധ്യം അനുഭവിക്കുന്നതിന് പകലായി തീരുവാൻ ദൈവാത്മാവിടെയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗികളും ദുഃഖാർത്ഥരായിരിക്കുന്ന, ഭാരങ്ങളോടുകൂടി ആയിരിക്കുന്ന, വിവിധ വിഷയങ്ങളിൽ ഞെരുക്കത്തോടു കൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവീയപ്പെടുത്തി അനുഭവിപ്പാടിയാകണമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന സമസ്ത ജനത്തിനായി സ്തോത്രം. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലെ ദൈവീയപ്പെടുത്തി അനുഭവിപ്പാൻ ദൈവമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത വിഷയം ദൈവത്തിന് ഏൽപ്പിക്കുന്നു. സകലമാനവും മഹത്വവും യേശു കർത്താവിന്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ താരത്തിലായിരിക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം കരയേറ്റുവാനിടയായി തുടങ്ങി. ഹല്ലേലൂയ. പോകുന്നു കുരിശിന്റെ പാതയിൽ, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. മോശയാത്രയാണിത്
ഞാൻ നടപ്പത്. കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. ആമേൻ. മോശയാത്രയാണിത് ഞാൻ നടപ്പത്. കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകേ കൈകളിൽ താങ്ങിടൂ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകേ കൈകളിൽ താങ്ങിടൂ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഓ സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഓ ലോകമേതും യോഗ്യം അല്ലെനിക്കതാ. ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ആമേൻ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ. ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാദനു മുൾമുടി നൽകിയ ലോകമേ നീ തരും വേരെനിക്കെന്തിനാ. നാദനു മുൾമുടി നൽകിയ ലോകമേ നീ തരും വേരെനിക്കെന്തിനാ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ആമേൻ. സിയോൻ സഞ്ചാരി ഞാൻ. ഓ ഹല്ലേലൂയ. ആമേൻ. പോകുന്നു കുരിശിന്റെ പാതയിൽ. എന്നെ നേടും നാശം ദോഷമോർത്തതാ. നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ. ഓ എന്നെ നേടും സന്തോഷമോർത്തതാ. നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ ധ്യാനിച്ചു മാനിച്ചു സേവിച്ചു പോകയിൽ ക്ഷീണമേന്നറിയില്ല ഞാൻ. ധ്യാനിച്ചു മാനിച്ചു സേവിച്ചു പോകയിൽ ക്ഷീണമേന്നറിയില്ല ഞാൻ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഓ സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലോ ചേലഴുന്ന സ്നേഹം കുറഞ്ഞു പോയിടാ. ഓ ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലോ ചേലഴുന്ന സ്നേഹം കുറഞ്ഞു പോയിടാ. നന്മയെ തൻകരം നൽകുമെൻ നീശന് എന്മാരോ വിശ്രമോ. ഓ ഹല്ലേലൂയ. നന്മയെ തൻകരോ നൽകുമെൻ നീശന് എന്മാരോ വിശ്രമോ. ഹല്ലേലൂയ. ഓ സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ആമേൻ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സാക്ഷികൾ സമൂഹം എന്നെ ചുറ്റിലൂ നിൽക്കുമായിരങ്ങേ ആകെയാലയാ. ആമേ. സാക്ഷികൾ സമൂഹം എന്നെ ചുറ്റിലൂ നിൽക്കുമായിരങ്ങേ ആകെയാകെ. ഹല്ലേലൂയ. ഓ ഭാരവും വിട്ടു ഞാനോടും. ഓ നേരവും യേശുവേ നോക്കിടൂ. ആമേ. ഭാരവും പാപവും വിട്ടു ഞാനോടുക. ഓ നേരവും യേശുവേ. ഹല്ലേലൂയ. ഓ സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഓ സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു
കുരിശിന്റെ പാതയിൽ ആമേൻ സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഓ സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ആമേൻ സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് സമ്പൂർണ്ണമായി ദൈവസമയം സമർപ്പിക്കാം. ഇന്ന് പകൽ അവിടുത്തെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. വിവിധങ്ങളാകുന്ന നിലവാരങ്ങളിൽ ലോകവ്യാപകമായി ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രതിബന്ധങ്ങളുടെ നടുവിൽ നിരാശയോടെ വേദനയോടുകൂടെ ദേശാന്തര മേഖലകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വെച്ച് പ്രാർത്ഥിക്കാം. കൊറോണ വൈറസിനാൽ ഭാരപ്പെടുന്ന ധാരാളം നമ്മുടെ സമസൃഷ്ടങ്ങളുണ്ട്. ദൈവീയമാകുന്ന വിടുതലുകൾ ഈ ദിവസങ്ങളിൽ വ്യാപരിപ്പാൻ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ, പരിശുദ്ധാത്മാവിന്റെ വിടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദിവസങ്ങളിൽ പ്രതിബന്ധങ്ങളുടെ നടുവിൽ നിന്ന് നമുക്ക് പൂർണ്ണമായ ആമേൻ വിടുതലുകൾ ഏറ്റെടുക്കുവാൻ കഴിയുള്ളൂ. ഇന്ന് പകൽ ആത്മാർത്ഥമായി ദൈവജനം പ്രാർത്ഥിക്കുമെങ്കിൽ അവിടുത്തെ സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിപ്പാൻ ഇടയായിത്തീരുമല്ലോ. ദൈവം ആമേൻ രോഗികളെ കണ്ടു സൗഖ്യമാക്കിയിട്ടുണ്ട്, തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്. ഒരു വാക്കിൻ തന്നെ അത്ഭുതങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവജനം ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദേശവ്യാപകമായി ദൈവീയ വിടുതലുകൾ പട്ടണവ്യാപകമായി വെളിപ്പെട്ട് വരുവാൻ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. നമ്മുടെ സമസൃഷ്ടങ്ങൾ വിവിധ രാജ്യങ്ങളുണ്ട്, നമ്മുടെ സഹോദരങ്ങൾ വിവിധ രാജ്യങ്ങളുണ്ട്. പ്രത്യേക ദൈവീയ വിടുതലുകൾ ആമേൻ അവിടങ്ങളായി വ്യാപരിപ്പാൻ പ്രാർത്ഥിക്കാം. ആമേൻ ഈ ദിവസങ്ങളിൽ ആമേൻ പലർക്കും ഈ വചന ശുശ്രൂഷ ആശ്വാസകരമായി തീരുന്നു എന്ന് വ്യക്തിപരമായി വിളിച്ചറിയപ്പാടിയാക്കി പലരും ഹോസ്പിറ്റൽ റൂമുകളിൽ ഇരുന്ന് വിവിധ സമയങ്ങളിൽ വചനം കേൾക്കുവന്നവരായി തീരുന്നല്ലോ. ദൈവർക്ക് പൂർണ്ണമായി സൗഖ്യങ്ങൾ ദൈവം നൽകുവാൻ പ്രാർത്ഥിക്കാം. ആമേൻ ജോലി നഷ്ടപ്പെട്ടവരായി, കടഭാരം അനുഭവിക്കുന്നവരായി, ആമേൻ തലമുറ ചൊല്ലി ഭാരം അനുഭവിക്കുന്നവരായി, വിവിധ നിലവാരങ്ങളിൽ ഈ ദിവസം കഷ്ടവും നഷ്ടവും ഭാരം അനുഭവിക്കുന്ന ദേഹികളുണ്ട്. ദൈവീയ വിടുതലുകൾ തന്റെ ജനത്തിന്മേൽ വെളിപ്പെട്ട് വരുവാൻ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ദൈവാത്മാവിന്റെ വിടുതൽ ഒന്ന് മാത്രമേ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനത്തിന് വിടുതൽ നൽകുവാൻ കഴിയുള്ളല്ലോ. അവിടുത്തെ കൃപയുടെ സമാപ്തി ഈ ദിവസങ്ങളിൽ ജനത്തിന്മേൽ വെളിപ്പെടുവാൻ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മളായിരിക്കുന്ന ഭവനങ്ങളിൽ അല്പസമയം എല്ലാവരും അതരകം തുറന്ന് മൗനമായിരിക്കാതെ നിങ്ങളായിരിക്കുന്ന മണ്ഡലത്തിൽ ദൈവത്തിന്റെ മഹത്വം കരയേറ്റുവാൻ ഇടയായി തീരട്ടെ. ഏത് സാഹചര്യങ്ങളും ക്രിസ്തു ഭക്തൻ ദൈവത്തെ ആരാധിപ്പാൻ അവർ കടപ്പെട്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവജനം അതരംഗം തുറന്ന് ദൈവത്തിന് മഹത്വം കരയറ്റട്ടെ. അവൻ ലോക്ക്ഡൌണിലായിരുന്ന പൗലോസും ശീലാസും അവരുടെ നാവിനെ ലോക്ക്ഡൌണിലാക്കാൻ കഴിഞ്ഞില്ല. അവർ നാവ് തുറന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി തീർന്നപ്പോൾ കാരാഗ്രഹങ്ങളെ കുലുക്കുമാർ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാല സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ ഭാരങ്ങളൊക്കെ നമ്മുടെ ഹൃദയങ്ങൾ അലതള്ളുമ്പോഴും അതിനപ്പുറത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിക്കുന്ന ദൈവജന അതരംഗം തുറന്ന് അല്പം ചില നിമിഷങ്ങൾ ദൈവത്തിന് മഹത്വം കരയറ്റാം. ഹല്ലേലൂയ. ഓ യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയമിടുകയാ. ഞങ്ങളെ വാഴ്ത്തുകയാ, ഞങ്ങളെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം ദൈവീയ വിടുതൽ അനുഭവിക്കേണ്ട വിഷയങ്ങൾ ഒരു പക്ഷേ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ഏതെങ്കിലും പ്രത്യേക വിഷയങ്ങളാൽ ഭവനങ്ങളിലായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ രോഗികളാണോ ശരീരാണോ ഏതൊക്കെ വിഷയങ്ങൾ നിങ്ങൾ ഭാരപ്പെടുന്ന ആ വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്മരിക്കപ്പെട്ട അല്പസമയം എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങളെ കർത്താവ് അറിയുന്നു. മനുഷ്യരാരും അറിയാതിരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ വിഷയങ്ങളെ അറിയുന്നല്ലോ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളുടെ വിഷയത്തിന്മേൽ ഒരു മറുപടി യഥാസ്ഥാനവും വിടുതലുകളും ചെയ്യുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളും ക്ഷീണവും ഭാരങ്ങളോടുകൂടെ ഇന്ന് പകൽ അല്ല ഈ ദിവസങ്ങളിൽ ഈ വചനം ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ പൂർണ്ണമായി സൗഖ്യം വിടുതൽ ജനത്തിന് നൽകണമേ. ലോകവ്യാപകമായി അഭിമുഖീകരിക്കുന്ന പ്രതിബന്ധങ്ങളുടെ നടുവിൽ ദൈവീയ വിടുതലുകൾ ദേശവ്യാപകമായി സംഭവിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ വിളിച്ചറിയിച്ച അനവധി വിഷയങ്ങളുണ്ട്. രോഗികളായിരിക്കുന്നവരുണ്ട്, കൊറോണ വൈറസിനാൽ ഭാരപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ ജോലി സംബന്ധമായ വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ട്, നാട്ടിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, വിഷയയുടെ വിവിധ പ്രോബ്ലങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്, തലമുറയെ ചൊല്ലി ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പദ്ധതികൾ നിന്റെ ജനത്തിനുമേൽ വേഗമോടുന്ന വചനത്തിന്റെ ശക്തി നിന്റെ ജനത്തിനുമേൽ ഇന്ന് പകൽക്കാലം വ്യാപരിക്കട്ടെന്ന് കൽപ്പിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മ സകലമാരായിരുന്നല്ലോ ആത്മാവി ദൈവികമായ ഒരു വിടുതല് നിന്റെ ജനത്തിനുമേൽ ഇന്ന് പകൽക്കാലം കൈമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവീയ വിടുതലിനായി നിന്റെ ജനത്തെ ഒരുക്കാൻ പോകുന്നതിനായി സ്തോത്രം. സൃഷ്ടിയുള്ള സമയം അനുഗ്രഹപൂർണ്ണമാക്കും. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണമേ. വചനത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറക്കും. സമസ്ത വിശുദ്ധ ദൈവത്തിനെ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. ഇന്ന് പകൽ അവിടുത്തെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. പ്രാരംഭമായി സങ്കീർത്തനത്തിലെ ഒരു ഭാഗം ചിന്തിക്കുന്നു. അതിനുശേഷം ദൈവജന ശുശ്രൂഷയ്ക്കായി അവസരങ്ങൾ വേർതിരിക്കുക. 138 സങ്കീർത്തനമാണ് സങ്കീർത്തന ധ്യാനത്തിനായി വായിക്കുന്നത്. അല്പം ചില കാര്യങ്ങൾ നമുക്കതിന് ചിന്തിപ്പാനിടയായി തരട്ടെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാർ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് നിന്റെ ദയ വിശ്വസ്തത നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തിന് മീതെ ഒക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷ നാളിൽ നീ എനിക്ക് ഉത്തരമള്ളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. യഹോവേ, ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായു വചനങ്ങളെ കേട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. അതേ, അവർ യഹോവയുടെ വഴികളെ കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. 6 വാക്യം, യഹോവ ഉന്നതനെങ്കിലും താഴ്ന്നുള്ളവനെ കടാശിക്കുന്നു, ഗർവിയോ അവൻ ദൂരത്തുനിന്ന് അറിയുന്നു. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുവിടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. നിന്റെ വലകൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. തൃക്കൈയുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കുകയും അരുത്. സ്തോത്രം. അല്പസമയം 138 സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് ചിന്തിപ്പാൻ ഇടയായി തീരട്ടെ. ഈ 138 സങ്കീർത്തനം ദാവീദിനായി എഴുതപ്പെട്ട സങ്കീർത്തനമാണെന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 138 സങ്കീർത്തനം ദൈവത്തിന്റെ മഹത്വം എന്താണ്, ആ മഹത്വത്തിൽ വസിക്കുന്ന ദൈവം തന്റെ ജനത്തിനു വേണ്ടി എന്ത് ചെയ്തു, ആ ദൈവത്തിന്റെ ആനന്ദം, ആ ദൈവം ആരാണ്, ഇത്യാദി വിഷയങ്ങളാണ് 138 സങ്കീർത്തനത്തിൽ ആമേൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ ജനം എന്ത് ചെയ്യണം എന്നുള്ളതും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന്, ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ ജനവും ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കരയറ്റണം എന്നുള്ളതാണ് 138 സങ്കീർത്തനത്തിന്റെ 1 മുതൽ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദേവന്മാർ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും, ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിക്കും. നിന്റെ ദയവിശ്വസ്ത നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തിന് മീതെ ഒക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. അപ്പോൾ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഇവിടെ ദൈവഭക്തൻ ദൈവത്തിന് മഹത്വം കരയേറ്റുക, വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിക്കുക, ദൈവത്തിന്റെ ദയക്കത്തോണം ദൈവത്തിന് നന്ദി അർപ്പിക്കുക എന്നുള്ളത് ഏത് ക്രിസ്തു ഭക്തനോട് ദൈവത്തിന്റെ അതേ അവനീയമായ ദൈവത്തിന്റെ ഹിതങ്ങളാണ്. ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. മനുഷ്യനെ ദൈവം ഫ്രീ വില്ലുള്ളവനായി സ്വാതന്ത്ര്യ മനസ്സോടുകൂടെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ആരാധനയ്ക്ക് മനുഷ്യനെ ദൈവം പ്രത്യേകമായ ഉദ്ബോധനം നൽകി പിടിച്ചു കെട്ടിക്കൊണ്ട് വന്ന് ഒരിടത്ത് ഇരുത്തി എന്നെ മര്യാദയ്ക്ക് ആരാധിക്കണമെന്ന് ദൈവം ആരോടും പറയുന്നില്ല. പക്ഷേ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവൻ വല്ലവനും അവിടുത്തെ വിശ്വസ്തതയും അവിടുത്തെ ദയയും തിരിച്ചറിഞ്ഞ ദൈവജനം മൗനമായിരിക്കാൻ കഴിയില്ല. ദൈവത്തിന് മുമ്പാകെ കടന്നു വന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദേവന്മാരുടെ മുമ്പാകെ സകല വംശങ്ങളുടെ നടുവിൽ ഞാൻ നിന്നെ മഹത്വം കരയേറ്റുവാൻ ഇടയായിത്തീരും. അങ്ങനെ ദൈവത്തെ മഹത്വീകരിക്കുന്ന തന്റെ ജനത്തിന് ദൈവം എന്തു ചെയ്യും? ദൈവത്തെ ആരാധിക്കുന്ന ജനം എന്ത് കിട്ടുമെന്ന് കണ്ടിട്ടല്ല ദൈവത്തെ ആരാധിക്കുന്നത്. എന്ത് ദൈവം ചെയ്യുമെന്ന് കണ്ടിട്ടല്ല ദൈവത്തെ ആരാധിക്കുന്നത്. പലരും ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തിന് മഹത്വം കരയേറ്റുന്നതും ദൈവത്തിന് എന്തെങ്കിലും നന്മ പ്രാപിക്കാൻ വേണ്ടിയാ. എന്നാൽ മരുപ്രയാണത്തിൽ ഇസ്രായേൽ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നുപോയപ്പോ നിങ്ങൾക്ക് എന്ത് തരുമെന്നും ദൈവം പറഞ്ഞില്ല. ആരാധിച്ച ജനത്തിന് മന്ന കൊടുത്തു, ആരാധിച്ച ജനത്തിന് വൈരികളുടെ നടുവിൽ വിടുതൽ നൽകി. ദൈവം തൃക്കൈയുടെ പ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ആരാധിച്ചതിന് വേണ്ടി എന്തെല്ലാം ചെയ്യണമെന്നുള്ളത് ദൈവത്തിനറിയാം. നാം പറഞ്ഞിട്ട് കേൾക്കുന്ന ഒരു ദൈവമല്ല, അതിനു മുമ്പ് നമ്മുടെ ആവശ്യം അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. എത്ര പേര് ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ ദൈവത്തിന് മഹത്വവും വിശ്വസ്തതയ്ക്കും ദയയ്ക്കും തക്കവണ്ണം ദൈവത്തിന് മഹത്വം കരയേറ്റുമ്പോൾ മൂന്നാമത്തെ വാക്യപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ വിളിച്ചപേക്ഷ നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവഭക്തന് ദൈവം പുറമെ ഒരു വിടുതൽ മാത്രമല്ല, അവിടെ പുറമെ 1000 വിഷയങ്ങൾ ഉള്ളപ്പോൾ തന്നെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്റെ ഉള്ളിൽ ബലം നൽകി
എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. പുറമെ ഏതൊക്കെ വിഷയങ്ങൾ മുമ്പിലുണ്ടെങ്കിലും അകത്തെ മനുഷ്യൻ അധൈര്യനാണെങ്കിൽ, അവൻ ബലഹീനമാണെങ്കിൽ, നമ്മൾ എത്ര വിടുതൽ പ്രാപിച്ചാലും ആ വിടുതൽ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വിടുതൽ ആരംഭത്തിൽ വെളിപ്പെട്ടു വരുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനുള്ള ബന്ധത്തിലാണ്. അങ്ങനെയെങ്കിൽ പുറമേ ഉള്ള മനുഷ്യൻ ബലഹീനമാകുമ്പോൾ അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ബലം പ്രാപിക്കുവാൻ തക്കവണ്ണം അകത്തെ മനുഷ്യന്റെ ബലമാണ് പുറമെയുള്ള രോഗങ്ങൾ, ബലഹീനതകൾ, നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നമ്മെ നിലനിർത്താൻ കഴിയുന്നത്. ഇനി ഒരു ഭാഗം പറയാം, പുറമേ യാതൊരു വിടുതൽ ലഭ്യമായില്ലെങ്കിലും അകത്തെ മനുഷ്യന് വിടുതൽ ഉണ്ടെങ്കിൽ നിന്റെ പുറമെയുള്ള മനുഷ്യന്റെ ആ ബലഹീന ഒന്നുമല്ലാതായി തീരും. ഒന്നുകൂടെ പറയാം, അത് പൗലോസിന്റെ ജീവിതാനുഭവത്തിൽ ശ്രദ്ധിക്കാം. ആമേ, ദൈവത്തിന്റെ കൃപയും ശക്തിയും പൗലോസിന്റെ വെളിപ്പെട്ടു വന്നു. അവിടെ എവിടെയാണ്? അകത്തെ മനുഷ്യന് വെളിപ്പെട്ടു കഴിഞ്ഞപ്പോ പുറമെ ജഡത്തിൽ ശൂലം 3 വട്ടം പ്രാർത്ഥിച്ച വിഷയത്തിന്റെ അകത്തളങ്ങളിൽ പുറമെയുള്ള ബലഹീനതയ്ക്ക് ആമേ ഒരു കേവലം ശാശ്വതമായ വിടുതലല്ല, അകത്തെ മനുഷ്യന് ബലം നിയമിച്ച് തന്നെ ആ പ്രതിസന്ധിയുടെ നടുവിൽ നടത്തുമാറാക്കി. അങ്ങനെ ഇന്ന് പകൽ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനമേ, ഇന്ന് പകൽക്കാലം നിനക്ക് പുറമെ ഒരു ശാരീരിക വിടുതലിനേക്കാൾ, പുറമെ ഉള്ള ഒരു അത്ഭുതത്തേക്കാൾ അകത്തെ മനുഷ്യന് ബലം നൽകി നിന്നെ ശക്തിയോടെ നിർത്തുന്ന ഒരു ദൈവകരമുണ്ട്. അത് ഈ ദിവസങ്ങളിൽ എത്ര പേർക്ക് ആവശ്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്ന, വിശ്വസ്തതയ്ക്ക് തക്കവണ്ണം ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന തന്റെ ജനത്തിന് ദൈവം 138 സങ്കീർത്തനം 3-ാം വാക്യം, എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അകത്തെ മനുഷ്യന്റെ ബലം പുറമെയുള്ള മനുഷ്യന്റെ ബലഹീനത അതിൽ കവിക്കുന്നതാ. അകത്തെ മനുഷ്യൻ ബലം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവന് പ്രശംസിക്കാൻ വകയുണ്ട്. അതാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിന്റെ ശക്തി എന്നെ ആവശ്യിക്കുമ്പോൾ എന്റെ ബലഹീനത ഞാൻ പ്രശംസിക്കുന്നു. ആമേൻ. അങ്ങനെയെങ്കിൽ ആ ബലം ഏറ്റെടുത്ത ദൈവഭക്തൻ ആമേൻ ദൈവത്തിന് മഹത്വം കരയേറ്റുവാനിടയായി തീരും. ഇനി ഈ 138 സങ്കീർത്തനത്തിലൂടെ ഞാൻ അധികം വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 138 സങ്കീർത്തനത്തിൽ ദൈവം ആരാണ്, ആ ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്താണെന്നുള്ളതും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമേ, 138 സങ്കീർത്തനം 6, 7, 8 വാക്യങ്ങൾ ഒരു ഷോർട്ട് മെസ്സേജ് എന്ന നിലയിൽ സങ്കീർത്തനം വായിച്ചു പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്ന്, ദൈവം ആരാണ്? അടുത്ത വാക്യം, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന ദൈവമാണ്. യഹോവ ഉന്നതനാണ്. ദൈവം ആരാണ്? അവൻ ഉന്നതനായ ദൈവമാണ്. അപ്പോൾ തന്നെ താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് അവൻ ഉന്നതനായ ദൈവമാണ്. സകല രാജാക്കന്മാരെക്കാൾ, സകല അധികാരസ്ഥന്മാരെക്കാൾ സകലത്തിന്റെ മേൽ അധികാരമുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പക്ഷേ താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന ദൈവമാണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, ദൈവത്തിന് പോലും ഇഷ്ടമല്ലാത്തൊരു കൂട്ടരെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗർവിയോ അവൻ ദൂരത്ത് നിന്നറിയുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗർവിയോ അവൻ ദൂരത്ത് നിന്നറിയുന്നു. സ്തോത്രം. ദൈവത്തിന് ഇഷ്ടമല്ലാത്തൊരു കൂട്ടരുണ്ടെങ്കിൽ ഗർവികളാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ അവരുടെ നാശം മലാക്കി പ്രവാചക പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എരിയുന്ന തീച്ചൂളയാണ്, തീ ഗന്ധകമാണ്. എന്നാൽ ദൈവം ആമേൻ താഴ്മയുള്ളവരെ കടാക്ഷിക്കണമെങ്കിൽ ആമേൻ നാം താഴ്മ ധരിപ്പാൻ ഇടയായി തീരണം. പത്രോസിന്റെ ലേഖന പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പി എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നാൽ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. പിതാവാം ദൈവത്തിനു മുമ്പിൽ ക്രൂശിന്റെ മരണത്തോളം പുത്രൻ താഴ്ത്തി സമർപ്പിച്ചപ്പോ എല്ലാ നാമത്തിനും മീതെ, എല്ലാ നാമത്തിനും മീതെ, എല്ലാ വാഴ്ചകൾക്കും മീതെ അവനെ ഉയർത്തുവാനിടയായി തീർന്നു. എവിടെ ദൈവസന്നിധി താഴ്ന്നോ ആ ജനത്തെ ഉയർത്തുന്ന ദൈവം അവൻ ഉന്നതനായ ദൈവമാണ്. സ്തോത്രം. ഇനി ആ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു? 7-ാം വാക്യം, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കുന്ന ദൈവമാ. കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കുന്ന ദൈവമാ. ഈ ദിവസങ്ങൾ പ്രതികൂലങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ, ടീച്ചറുടെ പ്രതികൂലത്തിന്റെ അനുഭവങ്ങളിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടോ? ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു. കഷ്ടതയുടെ നടുവിലൂടെ നീ കടന്നു പോയിരുന്നാലും നിന്നെ ജീവിപ്പിക്കുന്ന ദൈവമാ. അഗ്നിജാല ദഹിപ്പിക്കാതെ, പെരുവെള്ളം മുക്കിക്കളയാതെ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ നിന്നെ നിലനിർത്തുന്ന ദൈവമാണ്. പ്രതിസന്ധിയുടെ ഓളക്കങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോഴും ആമേൻ നിന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമാണ്. നിന്റെ ദൈവം കഷ്ടതയുടെ നടുവിൽ ജീവിപ്പിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പലപ്പോഴും നമുക്ക് കഷ്ടതയുടെ നടുവിൽ ദൈവത്തിന്റെ പദ്ധതികൾ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. പക്ഷെ അദൃശ്യമണ്ഡലങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. സ്തോത്രം. നമ്മെ ഏതൊക്കെ മേഖലയിലാണ് ദൈവം ജീവിപ്പിക്കുന്നത്? നമ്മെ ആത്മീയമായ ദൈവം ജീവിപ്പിക്കും. ആത്മീയ മണ്ഡലത്തിലെ ജീവൻ ദൈവം നൽകുവാൻ സർവശക്തനാണ്. അതാണ് ആമേ സങ്കീർത്തന കാലം പറയുന്നു, ആമേ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ? അങ്ങനെ ഈ ആത്മാവിന്റെ ഒരു ജീവൻ ആമേ
നഷ്ടപ്പെട്ടതിലേക്ക് മടക്കി വരുത്തുന്ന ഒരു ആത്മീയ ജീവന്റെ അനുഭവത്തിലേക്ക് നമ്മെ പുതുക്കിക്കൊണ്ടുവരുവാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. ഇസ്രായേലിന്റെ പ്രവാസ അനുഭവത്തിൽ കടന്നുപോയി. നാവിൽ നിന്ന് പാട്ട് നഷ്ടപ്പെട്ടു. പ്രവാസികളുടെ നടുവിലായിരിക്കുന്നു. ഇന്നലെ അനരവൃക്ഷത്തിന്റെ തൂക്കിയിട്ടിരിക്കുന്ന സാഹചര്യമൊക്കെ സങ്കീർത്തനത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒന്ന് നാവെടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ആ ഭക്തന്മാരുടെ ജീവിതത്തിൽ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ കിടന്നുകൊണ്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ? കഷ്ടതയുടെ നടുവിൽ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ദൂത് വിളിച്ചു പറയാം, നിന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം, നിന്നെ മടക്കി വരുത്തുന്ന ദൈവം. നീ എവിടെ തകർന്നു പോയോ? നീ എവിടെ യഥാസ്ഥാനത്ത് നിന്റെ സ്ഥാനം നഷ്ടപ്പെട്ട്, നിന്റെ ആത്മീയ ജീവിതത്തിന്റെ നിലനിൽപ്പ് നഷ്ടപ്പെട്ട്, നിന്റെ ഭൗതിക വിടുതലിന്റെ തലകം നഷ്ടപ്പെട്ട് എവിടേക്ക് ആയിരിക്കുന്നുവോ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ റീകണ്ടീഷൻ ചെയ്ത് യഥാസ്ഥാനത്താക്കി ജീവിപ്പിക്കുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം. ആത്മീയമായി നമ്മെ ജീവിപ്പിക്കുന്ന ദൈവമാണോ? ആണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം പരിശോധിക്കുമ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാൽ മരിച്ചവൻ നമ്മെ ക്രിസ്തുവിൽ ജീവിപ്പിച്ചിരിക്കുക. പാപത്താൽ മരിക്കപ്പെട്ട നമ്മെ ക്രിസ്തുവിൽ ജീവിപ്പിച്ചിരിക്കുക. മുടിയനായ പുത്രനോളം ബന്ധത്തിനും ശ്രദ്ധിക്കുമ്പോൾ ആ മകൻ വീട്ടിൽ മടങ്ങി വന്നപ്പോ അപ്പം പറഞ്ഞ പ്രകാരം എന്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ ജീവിച്ചിരിക്കുന്നു. മരിച്ചവൻ എങ്ങനെ നടക്കാൻ കഴിയും? മരിച്ചവൻ എങ്ങനെ അപ്പന്റെ നടുവിൽ കടന്നു വരാൻ കഴിയും? ഒരു ഭൗതിക മരണമല്ല അവിടെ അപ്പം പറഞ്ഞത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മകൻ മരിച്ചവനായിരുന്നു, അവൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു. ഒരു സ്വാഭാവിക ജീവനുണ്ടെങ്കിൽ അവൻ ഒരുപക്ഷെ ആത്മീയമായി മരണപ്പെട്ടവനായിരുന്നു. അവന്റെ ഭവനത്തെ പറ്റി, അവന്റെ അപ്പന്റെ അവകാശത്തെ പറ്റി, അവന്റെ അവകാശത്തെ പറ്റി അവന് ബോധമില്ലാതെ ആത്മീയ മരണം സംഭവിച്ച ഒരു അനുഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ മടങ്ങി വന്നപ്പോ അവന് നഷ്ടപ്പെട്ട ആത്മീയ അനുഭവങ്ങൾ, ജീവനുകൾ, കുടുംബത്തിലെ അവകാശങ്ങൾ നൽകപ്പെടുവാനിടയായിരുന്നു. ഇന്ന് പകൽക്കാലം ആത്മീയ ജീവിതം നഷ്ടപ്പെട്ട് ദൈവത്തിന്റെ അവകാശങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ ദൂരത്തെ മകൻ പോയതുപോലെ എവിടെങ്കിലും ആത്മീയ ജീവിതത്തിൽ കെട്ടണയപ്പെട്ട മേഖലകൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മ പറയുന്നു, ഈ ദിവസം നിന്നെ ജീവിപ്പിക്കുവാൻ, ആത്മീയ മണ്ഡലത്തിൽ പുതുക്കത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. അവൻ കഷ്ടതയുടെ നടുവിൽ നമ്മെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. അതിനുശേഷം അടുത്ത വായിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ അടുത്തൊരു മാനദണ്ഡമാണ് രക്ഷിക്കുന്ന വലങ്കൈ. കുഴിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ വലങ്കൈ, അത് വീര്യം പ്രവർത്തിക്കുന്ന വലങ്കൈയാണ്. മോശയുടെ കരമുയർന്നിരിക്കുന്നിടത്തോളം ജനത്തിന് പാളയത്തിനകത്ത് വിടുതലുണ്ടായി. എന്നൂടെ പറഞ്ഞാൽ മുങ്ങിത്താഴുന്ന പത്രോസ് സമുദ്രത്തിന്റെ അകത്തളങ്ങളിലേക്ക് മുങ്ങിത്താഴുകയാണ് അവിശ്വാസ നിമിത്തം. എന്നാൽ ദൈവം തന്റെ കര വെളിപ്പെടുത്തി പത്രോസിനെ ഏത് തിരയുടെ നടുവിൽ ഭീതിപ്പെട്ടോ, ഭയപ്പെട്ടോ, കാറ്റിനടുവിൽ ഭീതിപ്പെട്ടോ, അതേ സമുദ്രത്തിന്റെ നടുമീതെ നടത്തുമാറാക്കി, പ്രശ്നങ്ങളുടെ മീതെ നടത്തുമാറാക്കുന്ന യഹോവയുടെ വലങ്കൈ. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകുന്നുവോ? നീ അനുഭവിക്കുന്ന ഏതൊക്കെ പ്രതിസന്ധിയുണ്ടോ, പ്രതികൂലമുണ്ടോ, അതിന്റെ മീതെ നിന്നെ നടത്തുമാറാക്കുന്ന യഹോവയുടെ വലങ്കൈ. അത് മാത്രമല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു 8-ാമത്തെ വാക്യം, യഹോവ എനിക്ക് സമാപ്തി വരുത്തും. ദൈവം സമാപ്തി വരുത്തുന്ന ദൈവമാണ്. ഏതൊക്കെ നിലയിലാണ് ദൈവ സമാപ്തി വരുത്തുന്നത്? വിശുദ്ധ വേദോസം പരിശോധിച്ചാൽ വാഗ്ദത്തങ്ങൾക്ക് സമാപ്തി വരുത്തുന്ന ദൈവമാണ്. സ്തോത്ര. ദർശനത്തിന് സമാപ്തി വരുത്തുന്ന ദൈവമാണ്. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റില്ല, അത് വേറെ നിശ്ചയം, അതിനായി കാത്തിരിപ്പാൻ എന്നാണ് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലകളിൽ നിന്നോട് ദൈവം അറിയിച്ച ചില വാഗ്ദത്തങ്ങൾക്ക്, ചില വെളിപ്പാടുകൾക്ക്, ചില ദർശനങ്ങൾക്ക് സാഹചര്യം ഇപ്പോൾ അനുകൂലമല്ലെന്ന് ചിന്തിക്കാം. പക്ഷെ സമാപ്തി വരുത്തുന്ന ദൈവമാണ്. കാരണം എന്ന് ചോദിച്ചാൽ സകലതും അവനാലും അവങ്കിലേക്കുമുള്ളതാകയാൽ, സകലത്തിന്റെ ഉടമസ്ഥനാകയാൽ നിന്റെ ഏത് കാര്യത്തിലും നിന്റെ ശാരീരിക ആത്മീയ വിടുതൽ ആവശ്യമായതല്ല, ദൈവം പൂർത്തീകരിപ്പാൻ ദൈവ സർവശക്തനായ ദൈവമാണ്. നിന്നെ പറ്റി ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്, നിന്നെ പറ്റി ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഏറ്റവും അവസാനത്തെ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു, തൃക്കൈയുടെ പ്രവൃത്തിയാണ് നീ. തൃക്കൈയുടെ പ്രവൃത്തി ഉപേക്ഷിക്കാത്ത ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നിന്നെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തൃക്കൈയുടെ പ്രവൃത്തി ഉപേക്ഷിക്കാത്ത ദൈവമാണ്. എന്താണ് തൃക്കൈയുടെ പ്രവൃത്തി? 139-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നാം അവിടുത്തെ തൃക്കൈയുടെ പ്രവൃത്തിയാണ്. ദൈവം നമ്മെ മെനഞ്ഞിരിക്കുക ആയതുകൊണ്ട് നമ്മെ നശിപ്പിക്കാൻ കഴിയത്തില്ല. പലപ്പോഴും നമ്മൾ ചോദിച്ചു പോകുന്നൊരു ചോദ്യമുണ്ട്. യോബിന്റെ പുസ്തകം 10-ാം അധ്യായം 8-ാം വാക്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരമാണ്, നിന്റെ കൈ എന്നെ ഉരുവാക്കി എന്നെ മുഴുവനും ചമച്ചു, എന്നിട്ട് നീ എന്നെ നശിപ്പിച്ചു കളയുന്നു. യോബ് ചോദിച്ചൊരു ചോദ്യമാണ്. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നാം ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവമേ നീ എന്നെ സൃഷ്ടിച്ചു, നീ എന്നെ സൃഷ്ടിച്ച മെനഞ്ഞവൻ തമ്പുരാൻ തന്നെ എന്നെ നശിപ്പിച്ചു കളയുന്നു എന്നുള്ളത് യോബ് ചോദിച്ച ചോദ്യമാണ്. ഏത് ഭക്തന്റെ ജീവിതത്തിലും ഇങ്ങനൊരു ചോദ്യം ഉണ്ടാകാം. പക്ഷെ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുക, നിന്റെ ജീവിതത്തിൽ നിന്നെ നശിപ്പിക്കുകയല്ല എന്റെ ദൈവം, അവൻ നിന്നെ മെനയുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം കുശവന്റെ കയ്യിരിക്കുന്ന കലവണ്ണം
കുശവന്റെ ഹിതം നിവർത്തിച്ചെടുക്കുന്ന പോലെ നിന്നെ നിവർത്തിച്ചെടുക്കുന്ന മെനയുന്നൊരു കർത്താവുണ്ട്. അവൻ തന്റെ പ്രവൃത്തി ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല. അതുകൊണ്ട് എബ്രായ ലേഖനം ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, യഹോവ ഉപേക്ഷിക്കാത്തവനാണ്, തന്റെ ജനത്തെ തള്ളിക്കളയാത്ത ദൈവമാണ്. യഹോവ എനിക്ക് തുണ എന്ന് ഇന്ന് പകൽക്കാലം ധൈര്യസമേതം പറയാം. ആയതുകൊണ്ട് ആ ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുപതിക്കാം. ദൈവത്തിന്റെ പാദാന്ത്യത്തിൽ നാം കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി തീരട്ടെ. മൗനമായിരിക്കാൻ നമുക്ക് കഴിയത്തില്ല. നാം ആയിരിക്കുന്ന മണ്ഡലങ്ങൾ ചെറിയ ഭവനമായിരുന്നോട്ടെ, വലിയ ഭവനമായിരുന്നോട്ടെ, ഏത് രാജ്യത്തിലും ഏത് പട്ടണത്തിലുമായിരുന്നോട്ടെ, ഇന്ന് പകൽക്കാലം കൂടി ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ആരുമില്ലാതിരിക്കുമ്പോഴും നിന്റെ അതരം തുറന്ന് ദൈവത്തിന് മഹത്വം കരേറ്റ ആത്മീയ ജീവനിലേക്ക് നിന്നെ മടക്കി വരുത്തുവാൻ തൃക്കൈയുടെ പ്രവൃത്തിയായ നിന്നെ ഉപേക്ഷിക്കാത്ത ദൈവം നിന്റെ ദർശനത്തിന് വാഴ്ത്തത്വത്തിന് സമാപ്തി വരുത്തുവാൻ എത്ര ദൈവ സാമർഥ്യത്തിനാണ്. അവിടുത്തെ ദയക്കത്തവണ്ണം നീ ദൈവത്തെ ആരാധിക്കണം. ദൈവം ഇന്ന് പകൽക്കായി യാതൊരു വ്യവസ്ഥയും നിന്നോട് ചോദിക്കുന്നില്ല. പക്ഷെ ഇന്ന് പകൽക്കാൻ ദൈവം തിരിച്ചറിയുന്ന ഒരു വ്യവസ്ഥയുണ്ട്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. മറ്റൊന്നുമല്ല, ദൈവം എന്നറിഞ്ഞ് അവനെ ആരാധിപ്പാൻ തയ്യാറാകണം. പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തെ അടുത്തു വരുന്നവനെ അല്ല ദൈവത്തിന് ആവശ്യം. എല്ലാ കാലഘട്ടത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരെ ദൈവത്തിന് ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ മെനയട്ടെ, ദൈവം നമ്മെ പണിയട്ടെ, ദൈവത്തിന്റെ ഹിതത്തിനായി സമർപ്പിച്ചു കൊടുക്കാം. വലിയ നമ്മുടെ ദൈവത്തിന് ചെയ്യുവാനുണ്ട്. തുടർന്നുള്ള സമയം പരിശുദ്ധാത്മ വചനത്തിലൂടെ നമ്മോട് ഇടപെടുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ആലോചനകൾ കേൾപ്പാൻ ദൈവം അവസരം ഒരുക്കട്ടെ. ഹല്ലേലൂയ. കുശവന്റെ കൈയിൽ കാളിമണ്ണു പോ തന്നിടുന്നു എന്റെ തൃക്കാരങ്ങള്. ഓ കുശവന്റെ കൈയിൽ കാളിമണ്ണു പോ തന്നിടുന്നു എന്റെ തൃക്കാരങ്ങള്. മെനഞ്ഞിടനാമേ വാർത്തെടുക്കണേ ദിവ്യാതീതം പോലെ ഏഴയാമെന്നേ. ഓ മെനഞ്ഞിടനാമേ വാർത്തെടുക്കണേ ദിവ്യാതീതം പോലെ ഏഴയാമെന്നേ. ആവത്തുവേ ആനന്ദവേ ആകേരാത്തേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഓ ആകേരാത്തൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഓ എനിക്കായി മുറിവേറ്റ കാര്യങ്ങൾ എൻ ശിരസിൽ വെച്ച നിർവഹിക്കവേ. ഓ എനിക്കായി മുറിവേറ്റ കാര്യങ്ങൾ ഓ എൻ ശിരസിൽ വെച്ച. ഓ അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്ത അനുഗ്രഹിക്കവേ. ഓ അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്ത അനുഗ്രഹിക്കവേ. ഓ ആവത്തുവേ ആനന്ദവേ ഓ ആകേലാത്തയൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഓ രാത്തയൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഓ ആകേലാത്തയൻ 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 യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, ജീസസ്. ഇത്തരമുള്ള ആ സമയം ദൈവത്തിന്റെ വചനം കേൾപ്പാൻ വളരെ കാത്തിരിപ്പോടെ ആഗ്രഹത്തോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടട്ടെ. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് ഇന്ന് പൽക്കാലം മഹത്വം ഉണ്ടാകുമാറാകട്ടെ.
നമുക്ക് ഒന്നിച്ച് ഒരു ഞായറാഴ്ച പകൽക്കാലം കൂടി ദൈവത്തെ ആരാധിപ്പാനായിട്ട് ദൈവം ഇങ്ങനെയുള്ള ഒരവസരം കൂടി ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ 5 വൻകരകളിലും ഒരുപോലെ വ്യാപിക്കുന്ന ഈ മഹാമാരിയുടെ അവസ്ഥയ്ക്ക് ഒരു പ്രത്യേക ശമനം കാണുവാനായിട്ട് കഴിയാതിരിക്കുന്നു. അതിന് ഫലമായിട്ട് ജീവിതത്തിൽ അനേകരും നിരാശ്രിതരും ദുഃഖിതരും വിവിധ നിലകളിൽ കഷ്ടമനുഭവിക്കുന്നവരുമായി തീർന്നിട്ട് മാനസികവും ശാരീരികവും ആത്മീയമായി ക്ഷീണിച്ചും തളർന്നു പോയ അനേകരുടെ ഇടയിലാണ് നാം ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കുകയും ചൈതന്യപ്പെടുത്തുകയും ചെയ്യുന്നതാകയാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പകൽക്കാലത്തെ സങ്കീർത്തനത്തിൻ്റെ ധ്യാനം നമ്മുടെ ജീവിതത്തിലൊക്കെ പൂർണ്ണ ശക്തിയും ചൈതന്യവും പകർന്നുകൊണ്ടിരുന്നു എന്നുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മത്തായി സുവിശേഷം അതിൻ്റെ 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അങ്ങനെയെങ്കിൽ ഒരു വിശുദ്ധ കുടുംബത്തിന്റെ വംശാവലിയാണ് മത്തായി സുവിശേഷത്തിൽ കാണുന്നത്. സുവിശേഷങ്ങളുടെ ആരംഭമായിരിക്കുന്ന മത്തായി സുവിശേഷകൻ യേശുക്രിസ്തുവിന്റെ വംശാവലിയെ കുറിച്ച് രേഖപ്പെടുത്തുന്നു. മത്തായി സുവിശേഷം യേശുക്രിസ്തുവിന്റെ രാജ്യത്തെ കുറിച്ച് വ്യക്തമാക്കുന്നതിനാൽ യേശു ഇസ്രായേലിന്റെ ഒരു പാരമ്പര്യ രാജീയ കുടുംബത്തിന്റെ തലമുറയാകുന്നു എന്നുള്ള നിലയിൽ ആ രാജ്യത്തിന്റെ പാരമ്പര്യം താൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മഹത്വമുള്ള രാജ്യത്തിന്റെ പാരമ്പര്യം താൻ വെളിപ്പെടുത്തുമ്പോൾ തന്നെ ശ്രദ്ധേയമായ അനേക കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അബ്രഹാം മുതൽ 42-ാമത്തെ തലമുറയായിട്ടാണ് യേശു ലോകത്തിൽ ജനിക്കുന്നത്. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവോളം 14 ആയിരിക്കുന്ന 42 തലമുറകൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഈ തലമുറകളൊക്കെയും പ്യുവറായിട്ട് അബ്രഹാമിന്റെ തലമുറയിൽ നിന്ന് വന്നിരിക്കുന്ന തലമുറകളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ വിശേഷാൽ നിയമവിരുദ്ധമായ 2 കാര്യങ്ങൾ അവിടെ സംഭവിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ ന്യായപ്രമാണത്തിന്റെ നിയമപ്രകാരം സ്ത്രീകളുടെ ഒരു നാമകരണം വംശാവലിയിൽ വരാൻ പ്രയാസമുള്ളതാണെങ്കിലും 2 സ്ത്രീകളുടെ നാമകരണം ഈ വംശാവലിയിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇസ്രായേൽ വംശാവലിയിൽ പെടുവാൻ യോഗ്യതയില്ലാത്ത 2 അയോഗ്യമായ വംശാവലി 2 പേരുകൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെരിഹോ നിവാസിയിൽപ്പെട്ടതും ദൈവിക ശാപത്തിന് അധീനവുമായ അവസ്ഥയിലായിരിക്കുന്ന യെരിഹോവിന്റെ അനുഭവത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഈ വംശാവലി വന്നിട്ടുണ്ട്. മാത്രമല്ല, ദൈവ വചനത്തിന്റെ നിഷിദ്ധമായ അനുഭവത്തിൽ വേശ്യയായിരിക്കുന്ന റാഹാബാണ് ഈ വംശാവലിയിൽ വന്നിരിക്കുന്ന ആദ്യ സ്ത്രീ. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ യോഗ്യതയില്ലാത്ത അയോഗ്യമായ അവസ്ഥയിലാണ് ഈ വംശാവലിയിൽ 1-ലധികം വ്യക്തികൾ കടന്നു വന്നിരിക്കുന്നത്. രണ്ടാമത്, ഇസ്രായേൽ നിയമമാണ് പ്രകാരം ലോകത്തിൽ നിന്ന് ജനിക്കപ്പെട്ട വംശാവലിയുടെ അവസ്ഥയിൽ മോവാബ്യ വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീ രൂത്ത് ഈ വംശാവലിയിൽ വന്നിട്ടുണ്ട്. ഈ വിശുദ്ധ വംശാവലിയിൽ ഒരിക്കലും രൂത്തിന് കടന്നു വരുവാൻ കഴിയില്ല. കാരണം ഇസ്രായേലിന്റെ 1000 തലമുറ വരെ മോവാബ്യ തലമുറകൾ ദൈവസ്ഥലത്ത് വരാൻ പാടില്ല എന്ന് ശാപകരമായ നിലയിൽ ഒരു നിർദ്ദേശം ന്യായപ്രമാണത്തിൽ മോവാബ്യരോടുള്ള ബന്ധത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിന് വിരുദ്ധമായി ഒരു മോവാബ്യ സ്ത്രീയായ രൂത്ത് ഈ വംശാവലിയിൽ വന്നുകൂടുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിപ്രധാനമായി നാം ചിന്തിക്കുമ്പോൾ ഈ 2 വംശാവലികൾക്ക് കാരണമായി തീർന്ന അർഹതയില്ലാത്ത ഈ വലിയ സ്ഥാനം എങ്ങനെയാണ് ലഭിച്ചത് എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇസ്രായേൽ അനുഭവിക്കുന്ന കഷ്ടതയുടെ നടുവിൽ, ഇസ്രായേൽ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ നടുവിൽ
അവരുടെ ദുഃഖത്തിലും കഷ്ടതയിലും പങ്കാളികളായി തീരുവാൻ ഈ രണ്ട് സ്ത്രീകൾക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വാഗ്ദത്തത്തിന് ഓഹരിക്കാരായി തീരുവാൻ അവർ കാരണമായി തീർന്നത്. ഇസ്രായേൽ യോശുവ മുഖാന്തരം യെരിഹോ കോട്ട നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. യെരിഹോ നിവാസികൾ ഇസ്രായേൽ നിമിത്തം അവർ മതില് കോട്ട വളരെ ഭദ്രമാക്കി നിരോധിതമായ നിലയിൽ സൂക്ഷിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മിസ്രൈമിന്റെ അടിമപ്പാടിൽ നിന്നോ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി 40 ദിവസം ചെന്നെത്തേണ്ട ബാധ്യത കരാൻ പ്രാപിക്കുന്നതിന് 40 വർഷമാക്കി അവരെ പരീക്ഷിച്ച് അവരുടെ പരിശോധനയുടെ നടുവിൽ അവരുടെ ഹൃദയത്തിൽ എന്തെന്ന് അറിയണമെന്ന് അവരുടെ ശോധനയിലൂടെ നടത്തിയ 40 വർഷത്തെ ചുറ്റി നടപ്പിൽ ഇസ്രായേൽ യെരിഹോവിൽ യോശുവയുടെ നേതൃത്വത്തിൽ കടന്നു ചെല്ലുമ്പോൾ, യോർദാൻ കടന്ന് യെരിഹോവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നത് യെരിഹോ നിവാസികളുടെ നിരോധനമാണ്. വലിയ കോട്ടകൾ കെട്ടി ആ കോട്ട നിരോധിച്ച് ഇസ്രായേലിന് അവരിലൂടെ കടന്നു പോകുവാൻ കഴിയാത്ത നിലയിൽ വഴി നിരോധിച്ചിരിക്കുന്ന അവസ്ഥ. ആ നിരോധിതമായ അനുഭവത്തിൽ യോശുവ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്തപ്പോൾ ദൈവം യോശുവയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. യോശുവയോട് പറഞ്ഞു, നീ ഭാരപ്പെടണ്ട, ഭയപ്പെടണ്ട. ഇസ്രായേലിലെ ഒരു കൂട്ടം ജനത്തെ തിരഞ്ഞെടുത്തിട്ട് യെരിഹോ കോട്ടയ്ക്ക് ചുറ്റും 7 ദിവസം റൗണ്ട് ചെയ്യണം. 7ാമത്തെ ദിവസം 7 പ്രാവശ്യം റൗണ്ട് ചെയ്യണം. 7ാമത്തെ പ്രാവശ്യം റൗണ്ട് ചെയ്യുമ്പോൾ യെരിഹോ കോട്ട താനെ തകർന്നു വീഴുവാൻ കഴിയുമെന്നുള്ളത് യോശുവയ്ക്ക് അടയാളമായി കൊടുത്തു. യഹോവ കൽപ്പിച്ചതുപോലെ യോശുവ ആ വചനം നിറവേറ്റുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയും തന്റെ കീഴിലുള്ള പടയാളികളെ അതിനായി സജ്ജമാക്കി ഒരുക്കി താൻ യെരിഹോവിന് ചുറ്റും അതേ 7 ദിവസം 7 ഓരോ പ്രാവശ്യമായി റൗണ്ട് ചെയ്തു. 7ാമത്തെ ദിവസം 7 പ്രാവശ്യം യെരിഹോ കോട്ട കറങ്ങി. പലപ്പോഴും ഞാൻ ദൂതത്തിൽ നിന്ന് പറയാം, ദൈവിക വിടുതൽ ഒരു ദൈവത്തിനോട് അടുക്കുമ്പോൾ അവന്റെ കറക്കം കൂടുതലായിരിക്കും, പ്രശ്നം കൂടുതലായിരിക്കും. ദൈവത്തിന് വലിയ വിജയം നിന്റെ മുമ്പിൽ സംഭവിക്കുന്നതിന് മുമ്പ്, ദൈവത്തിന് വലിയ വിടുതൽ നിനക്ക് സംഭവിക്കുന്നതിന് മുമ്പ് വലിയ കറക്കവും വലിയ പ്രശ്നവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. നിന്റെ കറക്കങ്ങളുടെ അളവ് കൂടും. ഇത് ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരമാണ്. എന്തുകൊണ്ടെന്നാൽ ശത്രു നിന്റെ മുമ്പിൽ വീഴാൻ പോകുകയാണ്. പ്രശ്നങ്ങളുടെ നടുവില് വിവിധ ഭാരങ്ങളാൽ നിരാശരായി ഇനിയും ഒരു വിടുതൽ ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് പ്രശ്നത്തിന്മേൽ പ്രശ്നമായി ഭയവും ഭാരവും അനുഭവിക്കുന്ന ദൈവമക്കളോട് ഇന്ന് തൽക്കാലം ഒരു ദൂതായി പറയുന്നു, ഈ പ്രശ്നങ്ങളുടെ കേളിരകം, ആ രോഗത്തിന്റെ വർധനവ്, ആ പ്രശ്നത്തിന്റെ വർധനവ്, ആ പ്രതിസന്ധിയുടെ വർധനവ് നിന്റെ ജീവിതത്തിൽ വലിയൊരു വിജയത്തിനും വലിയൊരു ജയത്തിനും കാരണമായി തീരാൻ പോകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നീ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ, നീ മുമ്പോട്ട് കിടക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ വിജയം അടുത്ത് തന്നെ സംഭവിക്കാൻ പോകുകയാണ്. അങ്ങനെയെങ്കിൽ വിടുതലിന്റെ ഏറ്റവും അടുക്കുമ്പോൾ പ്രശ്നത്തിന്റെ ശക്തി വർദ്ധിക്കും. പ്രശ്നത്തിന്റെ ശക്തി വർദ്ധിക്കുന്ന കണ്ട്, പടയുടെ ശക്തി വർദ്ധിക്കുന്ന കണ്ട് ഒരു യോദ്ധാവ് ഭയപ്പെടുകയില്ല. കാരണം യുദ്ധത്തിന് അവന്റെ കൈകളെയും പോന്റെ വിരലുകളെയും അഭ്യസിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ശക്തമായി വിഷയങ്ങളെ നേരിടുന്നുവെങ്കിൽ അത്ഭുതകരമായ നിലയിലുള്ള വിടുതൽ കണ്ട് സന്തോഷിപ്പാനിടയാം. എന്നാൽ യെരിഹോ കോട്ട പിടിക്കപ്പെടുവാനായിട്ട് യെരിഹോവിന് ചുറ്റും സഞ്ചരിക്കുന്നതിന് മുമ്പായി യോശുവ ഒറ്റുകാരെ അവിടേക്ക് അയച്ചു. ഒറ്റുകാർ കടന്നു ചെന്ന് യെരിഹോവ് കൈവശമാക്കുവാനായിട്ട് കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കുമ്പോൾ ആ കോട്ടയുടെ മുകളിൽ പുറമ്പോക്കിൽ പാർക്കുന്നതും വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുന്നതുമായ പരാജിതമായ ഒരു സ്ത്രീയെ കണ്ടു. റാഹാബ് എന്ന വേശ്യ. ആ സ്ത്രീയെ അവരെ വിളിച്ച് ഒളിപ്പിച്ചു വെച്ചു.
അവരോട് വ്യക്തമായി സംസാരിച്ചു. വാസ്തവമായി യെരിഹോവിനെ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്നും ഈ യെരിഹോ കോട്ട തകർത്ത് ദൈവം ഇസ്രായേലിന് ഒരു വിമോചനം നൽകുമെന്നും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് വലിയ പ്രവൃത്തി സംഭവിക്കുമെന്നും ഈ വേശ്യാസ്ത്രീയ ഇസ്രായേലിനോട് പറഞ്ഞു. അങ്ങനെ യോശുവ മുഖാന്തരം അയച്ചപ്പെട്ട 2 ഒറ്റുകാരോട് അവൻ സമാധാനമായി ഇടപെടുകയും അവരെ ഒളിപ്പിച്ച് യെരിഹോ നിവാസികളുടെ കയ്യിൽ പെടാതെ വണ്ണം അവരെ രക്ഷപ്പെടുത്തി വിടുകയും ചെയ്തു. ആ സമയം ഒരു ചുവപ്പ് നാട അവരുടെ ഭവനത്തിന്റെ അടയാളമായി അവരുടെ ഭവനത്തിന് വാതിക്കൽ തൂക്കുവാൻ ഒറ്റുകാർ പറഞ്ഞു. അങ്ങനെ ഒരു ചുവപ്പ് നാട യോശുവ മുഖാന്തരമായവരുടെ കൂടാരത്തിന് മുമ്പിൽ തൂക്കി. ഈ ചുവപ്പ് നാടുള്ള ഈ ഭവനത്തിൽ നിന്നും നിനക്കുള്ളവരും പ്രവേശിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ദേശത്തെ കൈവശമാക്കുമ്പോൾ വാഴ്ത്തിനും വാഴുന്ന വായ്ത്തലയ്ക്ക് കാരണമാക്കുമ്പോൾ പൂർണ്ണമായ വിമോചനം ഈ കൂടാരത്തിലുള്ളവർക്ക് തരുമെന്നുള്ളത് ഉറപ്പ് നൽകുവാൻ ഇടയായി തീർന്നു. ഈ ചുവപ്പ് നാട സംഹാരദൂതൻ മിസ്രയീമിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രായേലിന്റെ കൂടാരങ്ങളെ വിട്ടൊഴിയുന്നതിനോ കുഞ്ഞാടിന്റെ രക്തം തൊട്ട് കൂടാരവാതിക്കൽ അടയാളം ചെയ്തതുപോലെ ഒരു രക്തത്തിന്റെ അടയാളമായിരിക്കുന്ന ചുവപ്പ് നാട ആ യെരിഹോ കോട്ടയുടെ മുകളിൽ രാജാവിന്റെ ഭവനത്തിൽ മുമ്പിൽ കെട്ടപ്പെടുന്നതുകൊണ്ട് ആ നഗരത്തെ നശിപ്പിക്കുന്നതിനോ യോശുവ മുഖാന്തരമായി 7 പ്രാവശ്യം ചുറ്റി നടന്ന് ആ കോട്ട താഴേക്ക് താണുപോകുവാനിടയായി തീർന്നു. തൽഫലമായി ദൈവത്തിന്റെ വചനത്തിന് പോലെ രാജാവും കൂട്ടരും അവർ രക്ഷപ്പെടാനിടയായി തീർന്നു. പേരിൽ അവൾ ബലഹീനവും നിസ്സാരവുമായ ഒരു സ്ത്രീയാണ്, പാപിനിയായ ഒരു സ്ത്രീയാണ്. എന്നാൽ ചുവക്കാരും പാപികളും നിങ്ങൾക്ക് മുമ്പായി സ്വൈരായത്തിൽ കിടക്കുമെന്ന് എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനപ്രകാരം ന്യായപ്രമാണത്തിന്റെ അതിപ്രസവമുള്ള കാലയളവിൽ തന്നെ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ രാജാവ് പ്രവേശിപ്പാൻ കാരണമായി തീർന്നത് ഒറ്റുകാരെ സമാധാനത്തോടെ ഓർപ്പിക്കുകയും യോശുവ യെരിഹോവിനെ നശിപ്പിക്കുമ്പോൾ രാജാവിനെയും അവരുടെ കൂട്ടരെയും സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്യുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. സഹിച്ചാൽ കൂടെ വാഴും. ഇസ്രായേലിനോടുകൂടെ ഇസ്രായേൽ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ അവസ്ഥകളിൽ ദൈവം വാസ്തവമായി നിങ്ങളുടെ മധ്യം ഉണ്ടെന്നും യെരിഹോവിനെ നിങ്ങൾ കേൾപ്പിച്ചു തരുമെന്നുമുള്ള വ്യക്തമായ ഒരു വെളിപ്പാട് ആ സ്ത്രീക്ക് ലഭിക്കപ്പെട്ടതുകൊണ്ട് ആ വെളിപ്പാടിന് മുൻപിൽ സ്വയം സമർപ്പിതമായി തീർന്നപ്പോൾ ഇതാ യെരിഹോ കോട്ട പിടിക്കപ്പെടുന്ന സമയം ഈ സ്ത്രീ രക്ഷപ്രാപിപ്പാനിടയായി തീർന്നു. അവർ രക്ഷപ്രാപിച്ചത് കൊണ്ട് പിൻകാലത്ത് യേശുവിന്റെ വംശാവലിയിൽ അവരുടെ പേരും ചേർക്കപ്പെടുവാൻ കാരണമായി തീർന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ജീവിതത്തിൽ അതേ ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിക്കുന്നത് മിസ്രയീമിലെ താൽക്കാലിക ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിക്കുന്നത് നല്ലതെന്ന് മനസ്സിലാക്കി തങ്ങളെ തന്നെ വേർതിരിഞ്ഞ സ്തോത്രം മോശ പിൻകാലത്ത് അനുഗ്രഹിക്കപ്പെട്ട ഇസ്രായേലിന്റെ നടന്നുപോകാനായി തീർന്നത് പോലെ ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിക്കുവാൻ ദൈവം ഈ ജനത്തിന് നടുവിലുണ്ട് എന്ന് വ്യക്തമായ ബോധ്യം വന്ന് സഹിച്ചതിനാല് കൂടെ വാങ്ങുവാൻ കാരണമായി തീർന്നു. അതിനുശേഷം നാം കാണുന്നത് രൂത്തിനെയാണ്. അതിന് 4-ാം വാക്യത്തിൽ 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ സൽമോൻ രാഗാബിൽ ബോസിനെ ജനിപ്പിച്ചു, ബോസ് രൂത്തിൽ ഒബേദിനെ ജനിപ്പിച്ചു, ഒബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന അടുത്ത വ്യക്തി രൂത്താണ്. അവളുടെ പാരമ്പര്യത്തെ കുറിച്ച് പറയുമ്പോൾ യെരിഹോവിന്റെ പാരമ്പര്യം പോലെ തന്നെയാണ്. യെരിഹോ കോട്ട നശിപ്പിച്ച ശേഷം യോശുവ പറഞ്ഞത്, ഇതിനെ ആരെങ്കിലും ഇനിയും ഈ കോട്ടയ്ക്ക് അടിസ്ഥാനമിട്ടാൽ അവന് മൂത്ത മകനും അത് കട്ടലിൽ വെക്കുമ്പോൾ അവൻ 2ാമത്തെ മകനും മരിക്കുമെന്ന് ആ യെരിഹോ കോട്ടയെ ശപിക്കുവാൻ ഇടയായി തീർന്നു. ശാപകരമായി തീർന്ന
യെരിഹോവിന്റെ മണ്ഡലത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവികമായ വംശാവലിയിൽ, ക്രിസ്തുവിന്റെ വംശാവലിയിൽ അവൻ ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്നു. രണ്ടാമതായ രൂത്തിന്റെ കാര്യമാണ്. രൂത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മുൻപേ ഓർമ്മിച്ചതുപോലെ മോവാബ്യ സന്തതികൾ 1000 തലമുറ വരെ ദൈവത്തിന്റെ സന്നിധി വരരുത്. എന്നാൽ ആ തലമുറയിൽപ്പെട്ട് യാതൊരു അർഹതയുമില്ലാത്ത രൂത്ത് യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ ഒബേദ്, ഇശായിയുടെ പിതാവായ ഒബേദിൽ അതേ ബോവസിനെ ജനിപ്പിക്കുകയും രൂത്തിൽ ഒബേദ് ജനിച്ച് ഒബേദിനെ കൂടി ദാവീദ് രാജാവ് വെളിപ്പെട്ടു വന്നു. ദാവീദിന്റെ സന്ധിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നതിന്റെ യേശുവിനെ ഓർത്തുകൊള്ളുക എന്നെഴുതിയിരിക്കുന്ന പോലെ യേശുവിന്റെ വംശാവലിയിൽ അതിപ്രധാനമായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. ദാവീദിന് ഒരുമിച്ചായി കടന്നു വരുവാൻ സ്ത്രീത്വങ്ങൾ യേശുവിന്റെ വംശാവലിയിൽ നാമകരണം ചെയ്യത്തക്ക നിലയിൽ അറിയിക്കേണ്ടാത്ത സ്ഥിതിക്ക് നിയമത്തിന് വിരുദ്ധമായി കടന്നു വന്നിരിക്കുന്ന കൃപയുടെ വ്യാപാരം ന്യായപ്രമാണത്തിന്റെ യുഗത്തിൽ തന്നെ വെളിപ്പെടുത്തുവാൻ ആധിക്യമായ കൃപ അവരുടെ മേൽ ചൊരിയപ്പെടുവാൻ കാരണം എന്താണ്? ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിക്കുവാൻ. രൂത്ത് പേരിൽ സ്തോത്രം മോവാബ്യ സ്ത്രീയെങ്കിലും നേരിൽ അവൾ വിശുദ്ധയും നിർമ്മലതയുമായിരുന്നു. സ്തോത്രം. രാഹാബ് പേരിൽ യെരിഹോവിൽപ്പെട്ട സ്ത്രീ ആകുന്നെങ്കിലും, വേശ്യ സ്ത്രീ ആകുന്നെങ്കിലും, അവളുടെ ജീവിതത്തിന്റെ നേരിൽ യാഥാർത്ഥ്യത കണ്ടെത്തുവാൻ അവൾക്കിടയായി തീർന്നു എന്നുള്ളത് എത്ര മഹത്തരമായ കാര്യമാണ്. അങ്ങനെ രൂത്തിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എലീമേലെക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി ക്ഷാമത്തിന്റെ അവസ്ഥ വർദ്ധിച്ചപ്പോൾ ബേഥലേഹം വിട്ട്, ദൈവത്തിന്റെ ഭവനമായ ബേഥലേഹം വിട്ട് ഇറങ്ങിപ്പോകുവാൻ ഇടയായി തീർന്നു. അവളുടെ പരാജയം ഇതാ രൂത്തിന്റെ വിജയമായി മാറി. അബീമേലെക്കിന്റെ ഭാര്യയായിരിക്കുന്ന നവോമി മഹ്ലോൻ ഗില്യോൻ എന്ന് പറയുന്ന 2 മക്കളുമായി മോവാബിലേക്ക് ഇറങ്ങിച്ചെന്നു. ശാപകരമായ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്നു. മഹ്ലോനും ഗില്യോനും ഓർപ്പയും രൂത്തും എന്ന് പറയുന്ന 2 മോവാബ്യ സ്ത്രീകളെ ഭാര്യമാരായി എടുത്തു. എന്നാൽ എലീമേലെക്ക് അവിടെ വെച്ച് മരിച്ചു. മഹ്ലോനും ഗില്യോനും എന്ന് പറയുന്ന 2 ആൺമക്കളും മരിച്ചു. അവൾ ഇറങ്ങിപ്പോയ ശാപത്തിന്റെ ശിക്ഷ അവർക്ക് ലഭിക്കപ്പെട്ടു. അവർ രക്ഷപ്പെടുന്നതിന് നവോമി താല്പര്യപ്പെട്ടു. ഒടുവിൽ നവോമി പരാജിതയായി തീർന്നിട്ട് അവൾ ഇങ്ങനെ 2 മരുമക്കളെയും വിളിച്ച് ഓർപ്പയെയും രൂത്തിനെയും വിളിച്ചു പറഞ്ഞു, ഇനി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജാതിയിലേക്ക്, ജനത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക. ഞാൻ എൻ്റെ ജനത്തിലേക്ക് പോകുന്നുവെന്ന് നവോമി പറയുവാൻ ഇടയായി തീർന്നു. അതിന് അവൾ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, 15 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ അവൾ നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കിലേക്ക് മടങ്ങി പോയതുപോലെ നീ നിന്റെ സഹോദരിയോട് പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന്റെ രൂത്ത് നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാൻ മരിച്ച് അടക്കപ്പെടും. മണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും ആദ്യം എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ആ സ്ത്രീയുടെ വിലയേറിയ തീരുമാനം, രാഗാവിന്റെ ശ്രദ്ധമേറിയ തീരുമാനം, ഭാഗികമായി ശാപത്തിന്റെ തലമുറയായ ശിക്ഷയുടെ കാരണക്കാരിയായ രാഗാവായിരിക്കുമ്പോൾ തന്നെ നേരിൽ വിശുദ്ധമായ അനുഭവത്തിൽ പേരിൽ അവൾ പരാജിതരെങ്കിലും നേരിൽ അവൾ വിശുദ്ധയായി മാറി. അങ്ങനെയെങ്കിൽ പുറമേയുള്ള ശുദ്ധീകരണവും പുറമേയുള്ള നീതികളുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അന്തർഭാഗങ്ങളിലെ സത്യമാണ് ദൈവം ഇച്ഛിക്കുന്നത്. തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമാകുന്നു എന്ന് പറഞ്ഞു യഹൂദ പാരമ്പര്യത്തിൽ ഊറ്റക്കൊള്ളുന്ന യഹൂദ വംശത്തിന്റെ പാരമ്പര്യത്തിന്റെ ഉള്ളറിലേക്ക് ന്യായപ്രമാണ യുഗത്തിന്റെ അധികോര പ്രസംഗത്തിന്റെ നടുവിൽ ചുരുങ്ങി കയറുവാൻ ഇടയായി തീർന്ന
ഈ രണ്ട് മഹതികളും പേരിൽ പുറംജാതിക്കാരെങ്കിലും നേരിൽ അവരകത്ത് കടന്നുകത്തക്കവണ്ണം വിശുദ്ധീകരിക്കപ്പെടുവാൻ അവരുടെ ഹൃദയം കൊണ്ട് രൂപാന്തരപ്പെട്ടു. അങ്ങനെയെങ്കിൽ പുറമേയുള്ള രൂപാന്തരവും പുറമെയുള്ള ശുദ്ധികളുമല്ല, ആഴമായ അകമയുള്ള ശുദ്ധികളും പുറമേയുള്ള പരിച്ഛേദനയല്ല, അകമയുള്ള പരിച്ഛേദനയുമാണ് ദൈവം ഇഷ്ടപ്പെടുന്നതെന്ന് ന്യായപ്രമാണ യുഗത്തിൽ തന്നെ വളരെ വ്യക്തമായി ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തുന്നതായി ഈ തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ മോവാബിയ സ്ത്രീയുടെ തീരുമാനം അതിശക്തമായി തീർന്നു. നിന്നെ വിട്ടുപിരിവാനും നിന്നെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാൻ മരിച്ചടക്കപ്പെടും. മണ്ണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ പോവാത്തക്കവണ്ണം അധികം എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറയുവാനിടയായി തീർന്നു. ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിപ്പാൻ, അവരുടെ പ്രയാണത്തിൽ അവരുടെ വിശ്വാസത്തിൽ പങ്കുചേരുവാൻ, കഷ്ടം അനുഭവിച്ചാൽ കൂടെ വാരുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ ദൈവജനം പരീക്ഷിക്കപ്പെടുമ്പോൾ, ശോധനപ്പെടുമ്പോൾ അവരുടെ തീരുമാനത്തോടുകൂടെ കഷ്ടം അനുഭവിച്ച് നീ മുന്നേറുന്നുവെങ്കിൽ വാഗ്ദത്ത കൂട്ടവകാശിയായി തീർക്കുവാൻ നിന്നെയും ഇടയായി തീരുമെന്നുള്ളത് ദൈവത്തിന് വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ്. ഇവിടെ വായിക്കപ്പെടുമ്പോൾ രൂത്ത് മോവാബ്യ സ്ത്രീയാണ്. അവൾ ഇതാ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിലേക്ക് മടങ്ങി വരുന്നു. എങ്ങനെ? നവോമിയോടുകൂടെ അവൾ പുറപ്പെടുവാൻ തീരുമാനിച്ചു. ഓർപ്പോർപ്പെട്ട് കരച്ചിലോടുകൂടെ മടങ്ങിപ്പോയപ്പോൾ ചില കാര്യങ്ങളൊക്കെ സാധിച്ച് തൃപ്തി പ്രാപിച്ച് മടങ്ങിപ്പോയപ്പോൾ കഷ്ടവും പ്രയാസവും സഹിച്ചുകൊണ്ട് ദൈവം അതേ ഇവരോടുകൂടി ഉണ്ട് എന്നുള്ള ബോധ്യത മനസ്സിലാക്കി പുറപ്പെട്ട ഒരു സ്ത്രീയെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അവ പുറപ്പെട്ട ഇസ്രായേലിലേക്ക് വന്നു, ബേത്ലഹേമിലേക്ക് വന്നു. ബേത്ലഹേമിനായ ബോവസ് വലിയൊരു ദയാഢ്യനായ വ്യക്തിയാണ്. ആ ബോവസിന്റെ വയലിലേക്ക് കാലപറക്കുവാനായി രൂത്ത് കടന്നു പോവുകയാണ്. കാരണം നവോമിയും രൂത്തും വളരെ ദാരിദ്ര്യമായ അനുഭവത്തിൽ ആഹാരം പോലും ലഭിക്കപ്പെടുവാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെയെങ്കിൽ എവിടെയെങ്കിലും പോയി കാലപറക്കുവാൻ ഒരനുവാദം അമ്മാവിനോട് വാങ്ങിച്ചുകൊണ്ട് പുറപ്പെടുന്ന രൂപത്തിനെയാണ് നമുക്ക് കാണുന്നത്. ഇന്ന് ഇത്രയും വിധേയത്വപ്പെട്ട മക്കളെ കാണുവാൻ കഴിയില്ല. അന്യാധികാരെങ്കിലും ദൈവത്തിന്റെ സന്നദ്ധയിൽ പൂർണ്ണ തീരുമാനത്തോട് നവോമിയുടെ പിന്നാലെ കടന്നു വന്നപ്പോൾ നവോമിയുടെ അനുവാദമില്ലാതെ അവൾ ഒന്നും ചെയ്യുന്നില്ല. അനുവാദം വാങ്ങിച്ച് പുറപ്പെട്ടു. അവൾ കടന്നു പോവുകയാണ് കാലപറക്കുവാൻ. ന്യായപ്രമാണത്തിൽ വ്യക്തമായി സായന ഉപദേശം കൊടുക്കുമ്പോൾ നിന്റെ വയലിന്റെ അരികെ കൊയ്യരുത്, കാറ്റയുടെ ഇടയിൽ നിന്ന് കാല തീർത്തു കൊയ്യാതെ കളം ഇറക്കത്തക്കവണ്ണം ചിലതൊക്കെയും നിന്റെ വയലിൽ ഉണ്ടായിരിക്കണം. കാരണം നീ തിന്ന് ശേഷിപ്പിക്കുകയും കൊയ്ത് ശേഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കാരണമാണ്. എന്തുകൊണ്ടെന്നാൽ പരദേശികളും അന്യജാതിക്കാരുമായ ആളുകൾ നിന്നിൽ നിന്ന് തൃപ്തരാകണം എന്ന് ദൈവം ആഗ്രഹിച്ചു. ന്യായപ്രമാണത്തിന് ഉപദേശത്തിലൂടെ ദൈവം സ്ഥാപിച്ചതോ അവരുടെ വംശം ലോകത്തിന് നിരപ്പിന് ഹേതുവായി തീർന്നു. അവരിൽ കൂടി സകല ജാതികളും നിരപ്പാകണമെന്നും ദൈവത്തോട് നിരക്കണമെന്നുള്ള ദൈവത്തിന്റെ ലക്ഷ്യതയാണ് അവിടെ നമുക്ക് കാണുവാൻ കൊണ്ടും ഇടയായി തീരുന്നത്. അങ്ങനെയെങ്കിൽ ബോവസും അങ്ങനെയുള്ള ഒരു നല്ല മനുഷ്യനാണ്. ന്യായപ്രമാണത്തിന് പ്രകാരം വയലിന്റെ അരി കൊയ്ത് ശേഖരിക്കാതെയും കറ്റയുടെ കൊയ്ത്തിന്റെ സമയത്ത് കാലമിറക്കുവാനുള്ള അവസരം കൊടുക്കുന്നവനുമാണ്. എന്നാൽ കൃപയാൽ രൂത്ത് ബോവസിന്റെ വയലിൽ ചെന്ന് വിടുവാനിടയായി തീർന്നു. ദൈവങ്ങളെ നമ്മളെല്ലാവരും കൃപയാൽ നല്ലവനായ ബോവസാകുന്ന യേശുവിന്റെ വയലിൽ കടന്നു വരുവാനായിട്ട് ദൈവം നമുക്ക് ഇടയാക്കി തീർത്ത കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാലമിറക്കിക്കൊണ്ട് അമ്മയ്ക്കും അവൾക്കും വേണ്ടി ആഹാരത്തിന് വേണ്ടി
വൈകിയ സമയം മടങ്ങിപ്പോകത്തക്കവണ്ണം ബോവസിന്റെ വയലിൽ കാലമിറക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇതാ ബേത്ലഹേമിനായ ബോവസ്, ധനാഢ്യനായ ബോവസ് വയലിലേക്ക് വരികയാണ്. തന്റെ ജോലിക്കാരുടെ മേലാവിനെ വിളിച്ച് ബോവസ് ചോദിച്ചു, ആ സ്ത്രീയുടെ ഇടയിൽ, കൊയ്യുന്ന സ്ത്രീകളുടെ ഇടയിൽ നിന്ന് കാലമിറക്കുന്ന ആ സ്ത്രീ ഏതാകുന്നു? ഉടനെ തന്നെ ആ ബാല്യക്കാരൻ ബോവസിനോട് പറഞ്ഞു, എലീമേലെക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി മോവാബിലേക്ക് ഇറങ്ങിപ്പോയി, എന്നാൽ അവിടെ വെച്ച് മരിച്ചു. അവന്റെ ഭാര്യയായിരിക്കുന്ന നവോമി മടങ്ങി വന്നു. ആ നവോമിയോടുകൂടി അതേ മോവാബ്യ സ്ത്രീയായ രൂത്ത് എന്ന് പറയുന്ന സ്ത്രീ മടങ്ങി വന്നെന്നും അവൾ അമ്മായിയമ്മയ്ക്ക് വേണ്ടി അതേ വേർപിരിയാൻ തീരുമാനമെടുത്തതിനെ കുറിച്ചും അവൾ അമ്മായിയമ്മയുടെ അനുവാദത്തോടുകൂടി നീ മരിക്കുന്നിടത്ത് ഞാൻ മരിക്കുമെന്നും നിന്റെ ഏനം എന്റെ ഏനമാണെന്നും നിന്നെ പിടിച്ച് ഞാൻ പോകയില്ലെന്നും പറഞ്ഞ് തീരുമാനമെടുത്ത് വന്നുവെന്നും ബോവസ് കേൾക്കുവാനിടയായി തീർന്നു. ബോവസ് രൂത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, കേട്ടോ മകളെ, ഇനി നീ വേറെ വയലിൽ പോകേണ്ട. നീ കടന്നു വന്ന യാത്രാമധ്യേ നീ അമ്മായിയമ്മയോട് എടുത്ത തീരുമാനവും അമ്മായിയമ്മയ്ക്ക് വേണ്ടി നീ ചെയ്ത കാര്യങ്ങളും നീ ജനതയോട് അമ്മായിയമ്മയോട് പറഞ്ഞ കാര്യങ്ങളും ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. ആകയാൽ നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. നിന്നെ കുറിച്ച് ഞാൻ ഈ ബാല്യക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. ബാല്യക്കാരോട് ബോവസ് പറഞ്ഞു, കാറ്റയുടെ ഇടയിൽ നിന്ന് അവൾ കാലമിറക്കട്ടെ. കാറ്റയുടെ ഇടയിൽ നിന്ന് ചിലത് വലിച്ചിട്ട് അവൾക്ക് കൊടുത്തുകൊള്ളുകയും. ആഹാരം കഴിച്ചപ്പോൾ അവന്റെ മേശയിൽ നിന്ന് ആഹാരവും കൊടുത്തു വിട്ടു. ഇങ്ങനെ നല്ല ബോവസ് ആ രൂത്തിനെ അവിടെ അംഗീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ്. അവളുടെ പ്രപഞ്ചം ലോകത്തിന് നിരപ്പിന് ഹേതുവായി തീർന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട് എന്ന് യേശു പറഞ്ഞതുപോലെ ഇതാ യേശുക്രിസ്തു ഇസ്രായേൽ ജനതയോട് ബന്ധമില്ലാത്തവരും വാഗ്ദത്തം പ്രദേശവുമായ നമുക്കും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിന് മനസ്സാവപ്പെടുവാൻ അവകാശമായി തന്നു. അന്യരും പ്രദേശങ്ങളുമായി യാതൊരു യോഗ്യതയില്ലാത്ത നമുക്കും ദൈവസന്നിധിയിലേക്ക് പ്രവേശിപ്പാനിടയായി തീർന്നു. ലോകത്തിൽ ദൈവവചനത്തിൽ ലോക ജനതയെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് യഹൂദനും രണ്ട് ജാതികളും യമനും. യഹൂദനും യമനും കൂടാതെ വേറൊരു ഗ്രൂപ്പുണ്ട്. യഹൂദന്മാരിൽ നിന്നും യമനന്മാരിൽ നിന്നും സകല വംശങ്ങളും ജാതികളുമായ സമൂഹത്തിൽ നിന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് എക്ലീഷ്യ, ദൈവസഭ. ദൈവസഭയിലേക്ക് കടന്നു വന്നിരിക്കുന്ന സർവ്വജനത്തിനും ഉണ്ടാകുവാൻ പോകുന്ന ദൈവത്തിന്റെ രക്ഷ, ആ പദ്ധതിയാണ് ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തി നമുക്ക് തന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ, അവന്റെ വംശാവലിയിൽ മാത്രമല്ല അവന്റെ മക്കളും അവകാശികളുമായി തീരുവാൻ ലോക സ്ഥാപനത്തിന് മുമ്പ് അവൻ നമ്മെ ക്രിസ്തുയേശുവിലൂടെ അതേ ദത്തെടുക്കേണ്ടതിന് മുൻ നിയമിച്ചിരിക്കുന്നു. തെരഞ്ഞെടുത്ത് മുൻ നിയമിച്ച് ക്രിസ്തുയേശുവിലൂടെ ദത്തെടുക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടും ജനത്തിന്റെ അവകാശം നൽകുവാൻ ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നി. ദൈവത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ പിന്നത്തേതിൽ അവൾ അതേ ബോവസിന്റെ അടുത്ത ചാർച്ചക്കാരനായിരുന്ന എലീമേലെക്കിന്റെ കുടുംബത്തിൽപ്പെട്ട നവോമിയോടുകൂടെ വന്ന വ്യക്തിയാണെന്നും നവോമിയുടെ മരുമകളാണെന്നും, അങ്ങനെയെങ്കിൽ നിന്റെ സഹോദരൻ അതേ തന്റെ കടം കയറി തന്റെ സ്വത്തുവകൾ വിറ്റുപോയാൽ ആ സ്വത്തുവകൾ യോവേൽ സംബന്ധിച്ച് അവൻ മടക്കി കൊടുക്കണമെന്നും അവൻ വിധവയായിരിക്കുന്ന ആ വ്യക്തിയെ സ്വീകരിക്കണമെന്നും ദേവധർമ്മം പ്രകാരം ഭാര്യയാക്കി തീർക്കണമെന്നും അവന് ആ പാരമ്പര്യത്തിൽ തലമുറകളെ ഉളവാക്കണമെന്നും ദൈവവചനത്തിന്റെ നിയമപ്രകാരം വീണ്ടെടുപ്പിന്റെ ഒരു വ്യവസ്ഥ ന്യായപ്രമാണത്തിലുണ്ട്. ആ വീണ്ടെടുപ്പിന്റെ വ്യവസ്ഥ പ്രകാരം രൂത്ത് ബോവസിന്റെ അവകാശിയായി തീരുവാൻ, പിന്നത്തെ ബോവസിൽ പട്ടമകർഷിയായി തീരുവാൻ ഇടയായി. ആ ബോവസിൽ നിന്നാണ് പിന്നത്തേതിൽ ഈശായി ജനിക്കുവാനും ഈശായിൽ നിന്ന് ദാവീദ് ജനിക്കുവാനും ഇടയായി തീർന്നത്.
അങ്ങനെ യേശുക്രിസ്തുവിനും ശാവലിയുമായി ബന്ധപ്പെടുവാൻ സ്തോത്രം അവർക്ക് ഇടയായി തീരുന്നു. ദൈവമക്കളെ, തിരുവചനത്തിൽ നാം വായിക്കപ്പെടുമ്പോൾ ആബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രയും പ്രാപിച്ചത് നാം ദൈവത്തിന് മക്കളാകുന്നു. ആത്മാവദാനം നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം ദൈവമക്കളെങ്കിലോ അവകാശികളാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തിരസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. അങ്ങനെയെങ്കിൽ വീണ്ടും ജന്മം മൂലം അന്യത ഇസ്രായേൽ ബന്ധമില്ലാത്തവർ നമുക്ക് ദൈവ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ യേശു ക്രിസ്തു മുഖാന്തരം, നല്ല ബോസാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഇടയായി തീർന്നു. അപ്പാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കത്തക്കവണ്ണം, പിതാവെന്ന് വിളിക്കത്തക്കവണ്ണം ക്രിസ്തു യേശു മുഖാന്തരം അവന്റെ രക്തത്താൽ വീണ്ടും ജന്മം പ്രാപിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അങ്ങനെ നാം ദൈവമക്കളെന്ന് ആത്മാവദാനം നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. ആ നിമിത്തം നാം ആരായി തീർന്നു? ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി തീർന്നു. ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി തീർന്നുവെങ്കിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ കൂടി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സർവാവകാശമായിരിക്കുന്ന സർവ നന്മകൾക്കും അവകാശിയായി തീർന്ന ദൈവപുത്രന്റെ സകല അവകാശങ്ങളുടെയും ഓഹരി പ്രാപിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കി തീർത്തു. അളവുപോലെ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അത് നല്ലൊരു അവകാശം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കുവാൻ, അവന്റെ ക്രൂശിന്റെ പങ്കാളികളായി തീരുവാൻ, അവനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്കിടയായി തീർന്നുവെങ്കിൽ അവന്റെ മക്കളായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവനോടുകൂടെ നിത്യതയിൽ വലിയൊരു ശ്രേഷ്ഠ അവകാശം, ക്രിസ്തുവിന് ലഭിക്കപ്പെടുന്ന അവകാശത്തിന് ഓഹരി പ്രാപിപ്പാൻ നമുക്കിവിടെയായി തീരും. അങ്ങനെയെങ്കിൽ മോവാബ്യ സ്ത്രീയായ രൂത്ത് ബോവസിന്റെ അവകാശമായി തീരുവാനും, ബോവസിന്റെ അവകാശത്തിൽ അവർക്ക് പൂർണ്ണ അവകാശം ലഭിച്ചതുപോലെയും യെരിഹോ നിവാസിയായ വേശ്യാസ്ത്രീ രാഹാബ് യേശുവിന്റെ വംശാവലിയിൽ കടന്നു വന്ന പോലെയും ഈ ദിവസങ്ങളിൽ ദൈവകൃപയിലേക്ക് കടന്നു വന്ന് ധന്യത പ്രാപിച്ച് ദൈവകൃപ അവിടെ ഓഹരിക്കാരായി ക്രിസ്തുവിന്റെ അവകാശികളായി വരുവാനിന്റെ ലോകത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന സർവ ദൈവത്തിന് നൽകപ്പെട്ടിരിക്കുന്ന സകല അവകാശത്തിന്റെയും ഉടമസ്ഥരായി തീരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നെങ്കിൽ ഈ ലോകത്തിൽ എന്തെല്ലാം വന്നാലും ഏതെല്ലാം പ്രശ്നം വന്നാലും നമ്മൾ വെളിപ്പെടുവാൻ ദേശം വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടസാരമെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നേറാം. ഈ വചനങ്ങളെ കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം നിങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ എന്റെ ഹൃദയം നിറഞ്ഞു വന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ കൂട്ടവകാശികളായി തീരുവാൻ നമുക്ക് ദൈവം ഭാഗ്യം ഒരുക്കപ്പെട്ടിരിക്കുന്നു. അന്യരായി വായ്ത്തത്വ നിയമങ്ങൾക്ക് യാതൊരു വിധമാകുന്ന ഓഹരിക്കാരല്ലാതിരുന്ന നമ്മെ യേശുക്രിസ്തുവിനാൽ ആ അവകാശം പ്രാപിപ്പാൻ പരാജയരായി അതേ ദൈവ കുടുംബത്തിൽ നിന്ന് അന്യപ്പെട്ടവരായ നമ്മെ ആ ദൈവ കുടുംബത്തിലേക്ക് ഓഹരിക്കാരാക്കുവാൻ ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നുവാൻ ഇടയായി തന്നല്ലോ. അങ്ങനെയെങ്കിൽ ആത്മീയ ജീവിതത്തിൽ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന മേഖലകളുണ്ടെങ്കിൽ നമ്മുടെ അവകാശം പ്രാപിപ്പാൻ, അവകാശത്തിലേക്ക് എത്തപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഉത്ബോധിപ്പിക്കുക. ജീവിത സാഹചര്യങ്ങളിൽ നാം ഏത് കുടുംബത്തിൽ ജനിച്ചു, ഏത് മേഖലയിൽ ജനിച്ചു എന്നുള്ളതല്ല ദൈവം നോക്കുന്നത്. ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടാതെ ആ നഷ്ടപ്പെട്ട അനുഭവങ്ങൾ ആണെങ്കിൽ ഈ ദിവസങ്ങളിൽ അടുത്തു വരുവാൻ തയ്യാറായാൽ നീയും അബ്രഹാമിന്റെ വംശാവലിയിൽ ഉൾപ്പെട്ട് അബ്രഹാമിന്റെ മകൻ എന്ന സഖായിയോട് പറഞ്ഞ പോലെ ആ ദൈവ കുടുംബത്തിന്റെ അവകാശം നമ്മെ വെളിപ്പെടുത്തുവാൻ ദൈവം സർവശക്തനാണ്. കേൾക്കപ്പെട്ട വചനത്തുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കഴിയാത്ത സാഹചര്യങ്ങളുടെ നടുവിലാണ് എങ്കിലും ഇങ്ങനെയുള്ള മാധ്യമത്തിലൂടെ ദൈവജനം കേൾപ്പാൻ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സമയങ്ങളിൽ കേൾപ്പാൻ ദൈവം ഒരുക്കുന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ എല്ലാ സജ്ജീകരണങ്ങൾക്കായി സ്തോത്രം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്, ഇരുവാഴ്ചയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്.
ആമേ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ ജനം വിടുവിക്കപ്പെടുന്നല്ലോ. ഈ വചനം ക്രിയാത്മകപരമായ ചില വിടുതലുകൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ജനഹൃദയങ്ങളിലേക്ക് ആമേ കടന്നു ചെല്ലുവാൻ ദൈവയാകണമേ. ഒരു വ്യക്തികളുടെ രൂപാന്തരങ്ങൾക്കും ദൈവീയ വിടുതലിനും ദൈവീയ യഥാസ്ഥാനതയ്ക്കും ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ കാരണമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലൈവിൽ വാച്ച് ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ആളാം പ്രതിയും അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളായി അനുഗ്രഹിക്കണമേ. വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ സമസൃഷ്ടങ്ങളുണ്ട്, അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. വിട്ടുമാറാത്ത ദൈവീയ പരിപാലനങ്ങളും വിട്ടുമാറാത്ത ദൈവകൃപകളും നിന്റെ ജനത്തോടെ കൂടി ഉണ്ടാകണമേ. ഈ ദിവസങ്ങൾ ഞങ്ങൾ കേൾക്കുന്ന വാർത്തകളുടെ നടുവിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ കുടുംബങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ പ്രത്യേക ദൈവ സംരക്ഷണം നൽകണമേ. ദോഷമായ തിന്മയ്ക്കായതൊന്നും ഞങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാതെ ദൈവീയ വിടുതലുകാർ തീരുവാൻ പരിശുദ്ധാത്മാവിടെയാകണമേ. ഞങ്ങളുടെ പട്ടണങ്ങളോട് മനസ്സറിയണമേ, ഇന്ത്യ മഹാരാജ്യത്തോട് മനസ്സറിയണമേ, ലോക രാജ്യങ്ങളോട് മനസ്സറിയണമേ, ഭരണകർത്താക്കളോട് മനസ്സറിയണമേ. കർത്താവേ, ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ പരിവർത്തിക്കണമേ. ഈ മഹാമാരിക്ക് ദൈവം അതിൽ നിശ്ചയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് മാത്രമേ സഹായിപ്പാൻ കഴിയുള്ളല്ലോ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിപ്പടിയായിത്തരണമേ. ഒരു അവസരങ്ങളും അനുഭവങ്ങളും ഞങ്ങൾക്ക് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ജനത്തെ ഇന്ന് പകൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വിവിധ സമയങ്ങളിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വചനം ഒരു അനുഗ്രഹമായി തീരണമേ. ദൈവികമാകുന്ന സാന്നിധ്യം അനുഭവിപ്പാടിയായിത്തീരും. സമസ്ത വിശുദ്ധ ദൈവത്തിനെ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടും സഹവാസം നാം പ്രാർത്ഥികളും മേലും സമയങ്ങളിൽ ഈ ദൈവവചനം വാച്ച് ചെയ്യുന്ന എന്നും ചിതർപ്പെട്ട് ആയിരിക്കുന്ന വിശുദ്ധന്മാരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേ. ദൈവം നമ്മെ അവിടുത്തെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.